നമസ്കാരം. ക്ലാസ് 9 ചാപ്റ്റർ 4 എക്സസൈസ് 4.3 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. ഫാക്ടർ യൂസിങ് suitable identities. അതായത് ഈ ഒരു ഓൾജിബ്രൈക്ക് 5 ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അതിന് സൂറ്റ് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് ഓൾജിബ്രൈക്ക് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഫാക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി 4.1ലും അതുപോലെ 4.2 ചെയ്തിട്ടുണ്ട്. അവിടെ യൂസ് ചെയ്തത് a plus b whole square and a minus b whole square 2 ഐഡന്റിറ്റീസ് ആണ് അവിടെ യൂസ് ചെയ്തത്. സോ ഇവിടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് 16y square minus 24y plus 9. ഇവിടെ 16y square ഏതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടാണ് വരുന്നത്? 16y square 4 ആണ്. 4 into 4 ആണ് 16 വരുന്നത്. അതുപോലെ y into y that is y square. അതുകൊണ്ട് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 4y whole square എന്ന് എഴുതാം. Then minus അതുപോലെ തന്നെ പ്ലസ് 9. ഇവിടെ 9 എന്നുള്ളത് ഏതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്? 9 3യുടെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 3 സ്ക്വയർ. സോ ഇവിടെ എയും ബിയും നമ്മൾക്ക് കിട്ടി. എന്ത് വേണം? മിഡിൽ ടേം കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 2 into മിഡിൽ ടേം എങ്ങനെയായിരിക്കും വരുക? 2 into ഇത് ഏത് ഐഡന്റിറ്റി ആണ് ഇവിടെ വരുന്നത്? a minus b whole square is equal to a square minus 2ab plus b square. ഈ ഐഡന്റിറ്റീസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ മിഡിൽ ടേം ആയിട്ട് വരുന്നത് 2 into a. ഇവിടെ വരുന്നത് 4y ആണ്. ഏത് പകരം കൊണ്ട് വരുന്നത് 4y ആണ്. Then b is 3. So that's equal to a square minus 2ab plus b square is equal to a minus b. അല്ലെങ്കിൽ ഇവിടെ എന്ത് വരും? 4y minus 3 whole square. 4y minus 3 whole square. So first question is solved. Second question നോക്കാം. 9/4 s square 9/4 s square plus 6sp plus 4t square. എങ്ങനെ എഴുതാം? ഇതിനെങ്ങനെ മാറ്റി എഴുതാം? ഇതും പെർഫെക്റ്റ് സ്ക്വയർ a plus b whole square എന്നുള്ള ഐഡന്റിറ്റീസ് ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ 3 ടേം ആണ് വരുന്നത്. a plus b whole square is equal to a square plus 2ab plus b square. ഈ ഒരു ഐഡന്റിറ്റീസ് ആണ് ഇവിടെ വരുന്നത്. സോ ഇവിടെ 9/4 s square ഇത് ഇതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇതിന് that is 3 into 3 9 and 4 into 2 into 2 4. 3/2 yes 3/2 yes whole square എന്ന് മാറ്റി എഴുതാം. പ്ലസ് 4t square എന്നുള്ളത് 2t എന്നാവും. ദാറ്റ് ഈസ് 2 into 2 ആണ് 4 വരുന്നത്. t into t square. സോ 2t whole square എന്ന് എഴുതാം. Then middle term വരുന്നത് 2 into ab. a പകരം കൊണ്ട് എന്ത് വരുന്നു? 2 into 3/2 s എന്നാണ്. Then b is 2t. So 3/2 s whole square plus 2 into 3/2 s into 2t plus 2t whole square is equal to എന്താണ് വരിക? a plus b whole square that is ഇവിടെ വരുന്നത് 3/2 s plus 2t whole square. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. So third question എങ്ങനെയാണ് നോക്കാം. Question number 3. m square divided by 9 plus mk divided by 3 plus k square divided by 4 plus 3nk plus m
പ്ലസ് 9 ഇവിടെ 3 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാം? എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ. ഈ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്യാം. എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ബി പ്ലസ് 2bc പ്ലസ് 2ac. ഇതിന് നമുക്ക് ഈ ഒരു രൂപത്തിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. എം സ്ക്വയർ ബൈ 9 എം സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പ്ലസ് 9n സ്ക്വയർ പ്ലസ് 3nk പ്ലസ് 2 mk divided by 3 plus 3qmn plus 3nk. ഈ ഒരു ഇതിലേക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ശേഷം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി അങ്ങനെയല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? ഏതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നോക്കാം. എം സ്ക്വയർ എന്നുള്ളത് എം ഇൻറ്റു എം ആണ് വരുന്നത്. അതുപോലെ 9 3 into 3 ആണ്. സോ എം ബൈ 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ കെ സ്ക്വയർ ബൈ 2 എങ്ങനെ എഴുതാം? കെ ഡിവൈഡഡ് ബൈ 2 കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 കെ ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയറിന് മാറ്റി എഴുതാം. പ്ലസ് പി സ്ക്വയർ ആയിട്ട് വരുന്നത് ഇവിടെ 9n സ്ക്വയറിനെ എങ്ങനെ എന്ത് ചെയ്യാം? 3 into 3 ആണ് 9 വരുന്നത്. അതുപോലെ ആണ് n സ്ക്വയർ. സോ 3n ഹോൾ സ്ക്വയർ പ്ലസ് 2ab ആണ്. ഇവിടെ 2ab 2 into a ഏതാണ് വരുന്നത്? m by 3 ആണ് a ആയിട്ട് വരുന്നത്. അതുപോലെ a by 2 ആണ് 3 ആയിട്ട് ബി ആയിട്ട് വരുന്നത്. അപ്പൊ ഈ 2 വെട്ടിപ്പോയാൽ നമുക്ക് ഏതാ കിട്ടുക? എം കെ ഡിവൈഡഡ് ബൈ 3. ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ അതുപോലെ തന്നെ പ്ലസ് എന്ത് വരും? നെക്സ്റ്റ് 2bc ആണ് വരുന്നത്. അപ്പൊ 2 into b ഇവിടെ വരുന്നത് k by 2 into c 3n k by 2 into 3n ആണ് വരുന്നത്. So k by 2 into 3n. ഇവിടെ 2 കട്ടായി പോകും. 3nk വരുന്നത് 3 into or 3k എന്നതായത് തന്നെ ആ ഒരു ഇതിലേക്ക് ആ ഒരു ഫോമിലേക്ക് വരും. It is 3nk plus 2ac ആണ്. 2ac എന്നുള്ളത് എങ്ങനെ വരും? 2 into എയുടെ സ്ഥാനത്ത് വരുന്നത് m by 3 ആണ്. m by 3 into c 3n. ഇവിടെ 3യും 3യും കെട്ടായി പോകുമ്പോൾ 2mn അത് തന്നെയല്ലേ ഇവിടെ വരുന്നത്? 2mn. ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ഐഡന്റിറ്റീസ് ഓൾജിബ്രൈക് ഐഡന്റിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈക്വൽ ആയിരിക്കും a plus b plus c ഹോൾ സ്ക്വയറിനെ ഈക്വൽ ആയിരിക്കും. അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് a plus b plus c ഹോൾ സ്ക്വയർ ആ ഒരു ടേമിലേക്ക് മാറ്റി വരും. സോ ഇതിന് പകരം 10 by 3 plus b k by 2 plus 3n ഹോൾ സ്ക്വയർ. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Question number 4. P square divided by 16 minus 2 plus 16 divided by p square. ഏത് ഫോമില ആയിരിക്കും? a plus a minus b whole square is equal to a square minus 2ab plus b square. So p square by 16. p square by 16 എങ്ങനെ മാറ്റി എഴുതാം? p into p ആണ് p square. അതുപോലെ 4 into 4 ആണ് 16 വരുന്നത്. So p by 4 whole square minus 2 into 2ab ആണ്. ഇവിടെ
A വരുന്നത് 2 into 3 divided by 4 ആണ്. അതുപോലെ C ഏതായിരിക്കും വരിക? C ഇവിടെ 16 ആണ്. 16 ആണ്. 16 ഏതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്? 4ന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 4 into 4 ആണ് 16 വരുന്നത്. അതുപോലെ 2 into 3 ആണ് p സ്ക്വയർ. സോ 4 by p സ്ക്വയർ. ഇത് വരുന്നത് 4 by 3 ആണ്. സോ ഇവിടെ 2 into a into 3 by 4 into 4 by p equal to a square minus 2ab plus b square. ഇത് ഏതിന് ഈക്വൽ ആണ്? a minus b whole square ഈക്വൽ ആണ്. പകരം p by 4 ആണ്. അപ്പോൾ p by 4 minus 4 by p വരുന്നത് 4 by 3 ആണ്. So factors ആയിട്ട് വരുന്നത് p by 4 minus 4 by p 4 by p 4. Then question number 5. 9a square plus 4b square plus c square minus 12ab plus 6ac minus 4bc. ഇവിടെയും 3ന്റെയും പെർഫെക്റ്റ് സ്ക്വയർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഐഡന്റിഫൈ ചെയ്യാം? പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a square plus b square plus c square plus 2ab plus 2bc plus 2ac. a plus b plus c whole square എന്ന ആ ഒരു ഐഡന്റിറ്റി ഇവിടെയും യൂസ് ചെയ്യാം. ഇവിടെ 3a പകരം ഇവിടെ മൈനസ് 2 ടേം നെഗറ്റീവ് ആണ് വരുന്നത്. അതായത് എയും 12ab അതുപോലെ തന്നെ മൈനസ് 4bc a b എന്നുള്ള ടേമും നെഗറ്റീവ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ബി സി എന്നുള്ള ടേമും നെഗറ്റീവ് ആണ് വരുന്നത്. ഈ 2 ടേമും നെഗറ്റീവ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ 2 ടേം നമ്മൾ ഇവിടെ ബിയുടെ സ്ഥാനത്ത് ഈ ഒരു കേസ് നോക്കുന്നതിന് മുന്നേ ഇത് കേസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. ഇവിടെ രണ്ടിലും പൊതുവായിട്ട് ബി ഉണ്ട്. അതായത് മൈനസ് 2ab എന്നാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ മൈനസ് 2bc ആണ് വരുന്നത്. ഈ 2 ടേമാണ് നെഗറ്റീവ് സൈൻ വരുന്നത്. ഇവിടെ രണ്ടിലും പൊതുവായിട്ട് വരുന്നത് ബിയിലുള്ള ബി ആണ് വരുന്നത് പൊതുവായിട്ട്. അപ്പൊ നമ്മൾക്കറിയാം ഏത് നെഗറ്റീവ് ഏത് 2 നമ്പേഴ്സ് എടുക്കുകയാണെങ്കിലും ഒന്ന് നെഗറ്റീവും മറ്റൊന്ന് പോസിറ്റീവും ആണെങ്കിൽ മാത്രമേ അത് എന്താവുള്ളൂ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആവുള്ളൂ. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? പോസിറ്റീവ് ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ രണ്ട് എയും ബിയും പോസിറ്റീവ് നെഗറ്റീവ് ആകാൻ പാടില്ല. അതുപോലെ തന്നെ നെഗറ്റീവ് ആകാൻ പാടില്ല. ഏതെങ്കിലും ഒന്ന് മാത്രമേ നെഗറ്റീവ് ആകാൻ പാടുള്ളൂ. അങ്ങനെയെങ്കിൽ രണ്ടിലും പൊതുവായിട്ട് ബി ഉണ്ട്. രണ്ടിലും നെഗറ്റീവ് ആണ്. രണ്ട് ടേമും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് നെഗറ്റീവ് സൈനുമാണ്. അതുകൊണ്ട് തന്നെ ബിയെ നമ്മൾക്ക് നെഗറ്റീവ് ആയിട്ട് എടുക്കാം. ഇവിടെ എ ഇൻറ്റു മൈനസ് ബി ആയിട്ടാണ് ഇവിടെ വരുന്നത്. അതായത് ബി നെഗറ്റീവ് എടുക്കുമ്പോൾ മൈനസ് ബി എടുക്കാം. അതുപോലെ സിയുടെ കേസില് 2 ഇൻറ്റു മൈനസ് ബി ഇൻറ്റു സി എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നെഗറ്റീവ് എടുക്കുന്നത് ബി എന്ന ലെറ്റർ ആണ്. ബിയെ എന്നിട്ട് നെഗറ്റീവ് സൈൻ ബിയെ നെഗറ്റീവ് സൈനായിട്ട് അതായത് മൈനസ് ബി ന്റെ എടുക്കും. അങ്ങനെയെങ്കിൽ ഇത് എന്ത് വരും? ഇവിടെ മൈനസ് ബി എ മൈനസ് എ പ്ലസ് മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന ഈ ഒരു ഇവിടെ നെഗറ്റീവ് വരുമ്പോൾ ഈ ഒരു ഐഡന്റിറ്റി ചെയ്യും. ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് എ പ്ലസ് ഇൻറ്റു മൈനസ് ബിയുടെ മൈനസ് ആയിട്ട് മാറും. പ്ലസ് ഇൻറ്റു മൈനസ് നെഗറ്റീവ് തന്നെയാണ്. സോ എ മൈനസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ആയിട്ട് മാറ്റിയെഴുതും. എ മൈനസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ minus 2ab plus ab minus 2bc plus 2ac. ഇതിന്റെ ഐഡന്റിറ്റീസിലേക്ക്
ഇവിടെ ഇനി ആകുമ്പോഴാണ് ഐഡന്റിറ്റി വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ കേസിൽ നമുക്ക് ഏത് മനസ്സിലാക്കാം? ഇത് എക്ക് പകരം ഇവിടെ ഏതാണ് വരുന്നത്? എക്ക് പകരം 3a ആണ് വരുന്നത്. അതായത് എയുടെ 3a പ്രഫിക്സ് ആണ് 9a സ്റ്റോർ ചെയ്യുന്നത്. ഇനി മാറ്റി എഴുതുമ്പോൾ 3a ഹോൾ സ്റ്റോർ എഴുതാം. പ്ലസ് ഇവിടെ ബിയുടെ സ്ഥാനത്ത് നെഗറ്റീവ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് 2b ഹോൾ സ്ക്വയർ ആണ് 4b ഹോൾ സ്ക്വയർ വരുന്നത്. ഇതെങ്ങനെ എഴുതാം? നെഗറ്റീവ് മൈനസ് 2b എന്ന് എഴുതാം. മൈനസ് 2b ഹോൾ സ്ക്വയർ പ്ലസ് c സ്ക്വയർ തന്നെ മൈനസ് പ്ലസ് എന്തായിട്ട് മാറുന്നത്? പ്ലസ് 2 ഇൻറ്റു പ്ലസ് 2 ഇൻറ്റു 2ab ആണ് വരുന്നത്. 2ab ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 2 ഇൻറ്റു എക്ക് പകരം എന്തായിരിക്കും? 3a ഇൻറ്റു ബിക്ക് പകരം മൈനസ് 2b മൈനസ് 2b പ്ലസ് plus 2 into A into BC. 2 into BC എന്നുള്ള എടുക്കാം. BC ഇവിടെ വരുന്നത് 2 into Bക്ക് പകരം വരുന്നത് മൈനസ് 2b ആണ് into C പ്ലസ് 2 into AC. എക്ക് പകരം 3a ആണ്. 3a into C. ഈ രീതിയിലേക്ക് ഇതിനെ മാറ്റി എഴുതും. equal 3a whole square plus 2 minus 2b whole square plus c square plus 2 into 3a into minus 2b plus 2 into 3b minus 2b into c plus 2 into 3a into c. equal ആണ് വരുന്നത് 3a. അതായത് എക്ക് പകരം 3a പ്ലസ് ബിക്ക് പകരം എന്ത് വരുന്നുണ്ട്? മൈനസ് 2b ആണ് വരുന്നത് പ്ലസ് c ഹോൾ സ്ക്വയറിന് ഈക്വൽ. ദാറ്റ് ഈസ് 3a പ്ലസ് ഇൻറ്റു മൈനസ് പ്ലസ് മൈനസ് മൈനസ് ആണ്. സോ മൈനസ് 2b പ്ലസ് c ഹോൾ സ്ക്വയർ. ഇതാണ് ആൻസർ ആയിട്ടുള്ളത്. ഈ ഒരു ഇത് നോക്കിയാൽ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. അതേ രീതിയിലേക്ക് ഇത് മാറ്റുകയുള്ളൂ. ഇത് ബിയുടെ എയുടെ സ്ഥാനത്ത് 3യും ബിയുടെ സ്ഥാനത്ത് മൈനസ് 3b സ്ഥാനത്ത് ഇവിടെ വരുന്നത് മൈനസ് 2b ആണ്. 3 ഇത്രയും മാത്രമേ ഇതിൽ ചെയ്യുകയുള്ളൂ. Question number 3. Expand the following using the identity. A plus b plus c is equal to a square plus b square plus c square plus 2ab plus 2bc plus 2ac. ഈ ഒരു ഐഡന്റിറ്റി ചെയ്യാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. p plus 3q plus 7r. ഈക്വൽ ആണ്. a plus b plus c ഹോൾ സ്ക്വയർ അതേ വരുന്നത്. So 2 plus 3q plus 7r whole square is equal to x പകരം ഇവിടെ p ആണ് വരുന്നത്. എന്ത് വരും? a square that is p square. Then b square over 3q പകരം 2 ആണ്. അതുകൊണ്ട് തന്നെ 3q whole square എഴുതാം. Then c square 7 square ആണ് വരിക. 7 square plus 2ab into this time together with 3 ആണ്. So 3 into 3q. This time 3q ആണ്. അതുകൊണ്ട് a2 into 2 into 3q plus 2 into bc 3q ആണ് into b ആണ് into 7r plus 2 into ac. ഇവിടെ 2 into 7 ആണ്. 2 into 2 into
equal to b square plus 3 square 3 into 3, it is 9 b square plus 7 into 7, it is 49 half square plus 2 into 3, 2 into 3, 6, 2 into 3, 600 plus 6 plus 2 into 3, 6 into 7, 42, 2r plus 2 into 7, 14, 2r. Done. B square plus 9 square plus 49 r square plus 6 plus 42 2r plus 14 r. Done. Then second question. Second question, 3x minus 2y plus 4z whole square. ഇവിടെയും a plus b plus c whole square എന്നുള്ള ആൽജിബ്ര തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 3x plus minus 2y. അതായത് bക്ക് പകരം minus 2y കിട്ടാം. 4z whole square is equal to a square is 3x square. This is 3x whole square plus b square minus 2y whole square plus 4z whole square plus 2 into 2ab 2 into 3x into minus 2y. Into negative minus 2y. So minus 2y plus 2 into bc minus 2y into 4z. Minus 2y into 4z plus 2 into bc, that is 3x into 4z. If we bring it full whole square, 3 into 3 9 and x into x square plus minus 2 into minus 2, that is 4, and y into y whole square plus 4 into 4, 16 z square. 2 into 3, 3 into minus 2, 6 into minus 2, minus 12 into x y. Then 2 into minus 2. 2 into minus 2 is minus 4 into 4. 16 minus 16. Into the 1 into this is y. Plus 2 into 3x is 6x. 6x into 4x. 6x into 4x. That is 24 x plus 10. Done answer. So next question. 4 is this an identity? അതായത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് LHSും RHSും ആണെങ്കിൽ ഐഡന്റിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ഐഡന്റിറ്റി ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് LHSന് RHS ഈക്വൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ a plus b minus c whole square ആണ് plus a minus b plus c whole square plus a minus b minus c whole square. ഇത് ഏത് ഉപയോഗിച്ചാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്? a plus b plus c whole square is equal to a square plus b square plus c square plus 2ab plus 2bc plus 2ac. അതേ രീതിയിൽ തന്നെയാണ് ഇത് വരുന്നത്. ഇതിലെങ്ങനെ മാറ്റി എഴുതാം? a plus
ബി പ്ലസ് മൈനസ് സി എന്ന് എഴുതാം. ഹോൾ സ്ക്വയർ പ്ലസ് എ പ്ലസ് മൈനസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ പ്ലസ് എ പ്ലസ് മൈനസ് ബി പ്ലസ് മൈനസ് സി ഹോൾ ഈക്വൽ ടു എഴുതണം. എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ആണ്. അതായത് ഇവിടെ മൈനസ് സിക്ക് പകരം മൈനസ് സി എന്ന് വന്നു. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് 2 into AB. ഇപ്പോൾ 2 into AB ആണ്. That is 2AB plus 2BC. 2 into B into minus C plus 2AC into minus C. Itu pagara minus C ആണ്. So minus C plus next is A plus minus B plus C whole square. That's expanding A square plus minus B whole square minus B whole square plus C square plus 2A to pagara minus 3 on 2A into minus B plus 2BC into minus B into C plus 2AC plus next A plus minus B plus minus B whole square. Again expanding what A square plus minus B whole square plus minus C whole square plus 2 into A into minus B plus 2 into minus B into minus C plus 2 into A into minus C. That's equal to A square. A square എന്നുള്ളത് A square മാറ്റി എഴുതാം. A square plus A plus equal to A square plus B square plus minus C square is C square plus 2AB minus 2AC. അതായത് 2BC 2BB into B is 2B minus C. That is minus 2BC minus 2BC. Then 2A into minus 3, that is minus 3BC plus A square plus minus B square C square. Minus multiply positive ആണ്. B square plus C square. Then minus 2A into minus B, that is minus 2AB plus 2 into minus B is minus 2B into C minus 2BC plus 2BC plus A square minus 2 into minus B plus B whole square plus minus 2 into minus B is C square. C square plus 2A into minus B is minus 2AB plus 2 into minus B into minus C. ഇവിടെ 2 നെഗറ്റീവ് വരുന്നുണ്ട്. അതായത് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആണ്. അപ്പോൾ എന്തായാലും ആണോ പോസിറ്റീവ് ആവും. ദാറ്റ് ഈസ് 2BC plus 2BC. Then minus 2A into 3 ആണ്. 2A into minus 3 ആണ്. അതുകൊണ്ട് തന്നെ minus 2BC. ഇവിടെ A square എത്ര ടൈംസ് വന്നിട്ടുണ്ട്? 1, 2,
ത്രീ ടൈംസ്, അതായത് 3a² പ്ലസ് a² പ്ലസ് a² ആണ്. അപ്പോൾ എത്ര എങ്ങനെ എഴുതാം? a² പ്ലസ് a² പ്ലസ് a², ദാറ്റ് ഈസ് 3a² എന്ന് എഴുതാം. 3a² പ്ലസ്, അതുപോലെ തന്നെ ബി സ്ക്വയറും 3 ടൈംസ് വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 3b² പ്ലസ് c² 3 ടൈംസ് വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 3c². Then 2ab ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് ആണ് വരുന്നത്. സോ ഇത് കട്ടായി പോകും. അതായത് പോസിറ്റീവ് 2ab നെഗറ്റീവ് 2ab എഴുതാം. അതായത് 2ab മൈനസ് 2ab 0 ആണ് വരുന്നത്. ഇത് പകരം നമ്മളിവിടെ ക്ലോസ് ചെയ്തു എഴുതി. സോ -2bc അതുപോലെ തന്നെ പ്ലസ് 2bc എഴുതുന്നത്. ഇവിടെ നെഗറ്റീവ് ആണ്, അതുപോലെ തന്നെ ഇവിടെ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കട്ടായി പോകും. അപ്പൊ നെക്സ്റ്റ് -2ac ആണ് ഇവിടെ വരുന്നത്. ഇവിടെ പ്ലസ് 2ac ആണ്. അതുകൊണ്ട് ഇതും കട്ടായി പോകും. അതായത് ഇത് ക്ലോസ് ചെയ്യാൻ ഇങ്ങനെ ഇത് കട്ടാക്കാൻ അറിയില്ല എങ്കിൽ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം -2ac പ്ലസ് 2ac നെഗറ്റീവ് ഒന്ന് ക്ലോസ് ചെയ്യുമ്പോൾ നമ്പർ 0 ആയി പോകും മൈനസ് ചെയ്യുമ്പോൾ. സോ നെക്സ്റ്റ് ബാക്കിയുള്ളത് -2bc ഇവിടെ വരുന്നുണ്ട്. ദെൻ -2ab ആൻഡ് -2ac ആണ് അഡീഷണലായിട്ട് വരുന്നത്. So 2bc minus 2bc minus 2ab and minus 2bc. ഇതാണ് LHS എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഈ ഒരു ഫോർമുല, ഈ ഒരു ആൻസറിലാണ് കിട്ടുന്നത്. അതായത് LHS വരുന്നത് 3a² പ്ലസ് 3b² പ്ലസ് 3c² മൈനസ് 2bc പ്ലസ് 2bc മൈനസ് 2ab മൈനസ് 2ac. ഇത് ഇതിന് ഈക്വൽ ആണോ? 2a² RHS എന്താണെന്ന് a² പ്ലസ് 2b² പ്ലസ് 2c² ആണ് RHS വരുന്നത്. അപ്പോൾ RHS ഇതിന് 2 എല്ലാത്തിനും കോമൺ ആകുമ്പോൾ നമ്മൾ 2 കമ്പ്യൂട്ടർ എങ്ങനെ വരും? 2 × a² പ്ലസ് b² പ്ലസ് c². ഇത് ഇതിന് ഈക്വൽ ആയിട്ടാണോ വരുന്നത്? അല്ല, കാരണം ഇത് 3a², 3b², 3c² എന്നാണ് വരുന്നത്. സോ ഇത് ഒരിക്കലും ഇതിന് ഈക്വൽ ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഐഡന്റിറ്റി ആണ്. നോട്ട് ഈക്വൽ ടു 3a² പ്ലസ് 3b² പ്ലസ് 2c². ഇത്രയുമാണ് 4.3 പ്രോബ്ലംസ്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിന്റെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നെക്സ്റ്റ് എക്സസൈസ് മാത്രമാണ്. താങ്ക് യു.